ഒരു ക്രൈസ്തവന് ഭരണകൂടത്തോട് പറയുവാനുള്ളത്? ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ ക്രൈസ്തവനും നമ്മുടെ ഭരണകൂടത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ചങ്ങനാശ്ശേരി അതിരൂപതാ സഹായമെത്രാൻ തോമസ് തറയിൽ എന്ന് പറഞ്ഞത്. മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണം. രാജ്യത്തെ സാധാരണക്കാരനായ ഒരു പൗരനെങ്കിലും ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ പരാജയമാണെന്നും ബിഷപ്പ് തോമസ് തറയിൽ പറഞ്ഞു. കുരിശ് സഹോദര്യത്തിൻ്റെ ശക്തിയാണ്. അതിനെ പരാജയപ്പെടുത്തുവാൻ നോക്കിയാൽ നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കിടയിൽ നടന്ന പ്രസംഗത്തിലാണ് അദ്ദേഹം ഇപ്രകാരം പരാമർശിച്ചത്. മഹാനായ ടാഗോറിന്റെ മനോഹരമായ ഒരു കവിതയുണ്ടല്ലോ, എവിടെ മനസ്സ് നിർഭയത്വത്തോടു കൂടി ആയിരിക്കുന്നുവോ, എവിടെ ശിരസ് ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുവോ, എവിടെ എന്റെ സമൂഹം വളരെ ഇടുങ്ങിയ ചിന്താഗതികളാൽ മുറിക്കപ്പെടാതിരിക്കുന്നുവോ, അപ്രകാരമുള്ള സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് എന്റെ രാജ്യത്തെയും നയിക്കണമേ എന്ന് എനിക്ക് തോന്നുന്നു. അതേ പ്രാർത്ഥന വളരെ കാര്യമായി പ്രാർത്ഥിക്കാനുള്ള ഒരു സമയം കൂടിയാണിത്. കാരണം നമ്മളെ പല രീതിയിൽ ഭയപ്പെടുത്തുന്ന ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. സത്യത്തിന് സാക്ഷ്യം വഹിച്ചാൽ അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന നിലയിൽ ഭീഷണികളുടെ സ്വരങ്ങൾ പല സ്ഥലത്തു നിന്നും ഉയരുമ്പോൾ ധീരതയുടെയും നിർഭയത്വത്തിന്റെയും സാക്ഷ്യമായി മാറുവാൻ നമ്മൾ വിളിക്കപ്പെടുകയാണ് ഈ കുരിശിന്റെ വഴിയിലൂടെ. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളെ കുറിച്ച് ജാഗ്രതയോടുകൂടി ആയിരിക്കുവാൻ, നിർഭയമായി ഈ സമൂഹത്തിൽ ജീവിക്കുവാൻ, അതിനുള്ള ഒരു വലിയ കൃപയാണ് കർത്താവിന്റെ കുരിശ് നമുക്ക് നൽകുക. നമ്മുടെ ഭരണഘടന പോലെ ലോകത്തിലെ ഏത് പരിഷ്കൃത രാജ്യത്തിന്റെ ഭരണഘടനയും നമുക്ക് ഉറപ്പ് നൽകുന്നത് ഏതു ന്യൂനപക്ഷങ്ങൾക്കും ഭയമില്ലാതെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ്. ഭയത്തോടുകൂടി ഒരു മനുഷ്യനെങ്കിലും, ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമുക്ക് ടാഗോറിനെ പോലെ പ്രാർത്ഥിക്കേണ്ടത്. എവിടെ മനസ്സ് നിർഭയത്വത്തോടുകൂടി ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന്. കേന്ദ്ര സർക്കാർ ക്രൈസ്തവ സഭകളെ പ്രത്യക്ഷത്തിൽ കടന്നാക്രമിക്കുന്നില്ലെങ്കിലും ക്രൈസ്തവരുടെ എല്ലാ മനസ്സിൽ ആശങ്കകൾ ഉളവാക്കുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ നടക്കുന്നത്. മണിപ്പൂർ കലാപവും ദുഃഖശനിയും ഈസ്റ്റർ ദിനവും അടക്കം മണിപ്പൂരിൽ പ്രവൃത്തി ദിവസമാക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമങ്ങൾ എതിർപ്പിനെ തുടർന്ന് പിൻവലിച്ചെങ്കിലും അതുണ്ടാക്കിയ ആശങ്കകൾ ചെറുതല്ല. ഈ വൈദികന്റെ ഈ ഓർമ്മപ്പെടുത്തലിൽ എല്ലാമുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.